ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇതിനു മുമ്പ് ബെയർ ആപ്പിളിനെ പറ്റിയുള്ള പാർട്ട് 1 ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ബെയർ ആപ്പിളിൻ്റെ ഗുണങ്ങളും അത് നടേണ്ട രീതികളും വളപ്രയോഗങ്ങളും എല്ലാം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ തീർച്ചയായും കാണണം. ഇത് ബെയർ ആപ്പിളിൻ്റെ പാർട്ട് 2 വീഡിയോയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആദ്യത്തെ വീഡിയോയുടെ അപ്ഡേറ്റ് ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്ന മൂപ്പ് എത്താത്ത കായകൾ എല്ലാം നല്ല മൂപ്പെത്തി അത്യാവശ്യം വലിപ്പമുണ്ട്. സാധാരണ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ചെറിയ സൈസിലുള്ള ആപ്പിൾ ഉണ്ടല്ലോ, അത്രയും വരും, അല്ലെങ്കിൽ അതിനേക്കാളും വരും. കഴിക്കാൻ നല്ല മധുരവും ടേസ്റ്റുമുണ്ട്. ക്രിസ്പിയാണ്. പഴുക്കും മുമ്പ്, അതായത് നല്ല മൂപ്പെത്തുമ്പോൾ തന്നെ പറിച്ച് കഴിക്കണം. പഴുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ചുവയായിരിക്കും. ആ ടേസ്റ്റ് എല്ലാവരും ഇഷ്ടപ്പെടണം എന്നില്ല. കീപ്പിംഗ് ക്വാളിറ്റി കുറവാണ്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഈ പഴം ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഈ ചെടി വാങ്ങി വയ്ക്കാത്തവർ എത്രയും പെട്ടെന്ന് 1-2 ചെടികൾ വാങ്ങി വീട്ടുമുറ്റത്തോ ചെടിച്ചട്ടിയിലോ നട്ടു വളർത്തുക. ഒരു ചെടിക്ക് 100 രൂപയിൽ കൂടുതൽ ഇതിന് ചിലവാവില്ല. 6 മാസം കഴിയുമ്പോൾ നമുക്ക് ആപ്പിൾ ലഭിച്ചു തുടങ്ങും. വർഷത്തിൽ എപ്പോഴും കായകൾ ലഭിക്കും. നമ്മുടെ കടകളിൽ നിന്ന് ലഭിക്കുന്ന ആപ്പിൾ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കായകൾ പിടിക്കാറില്ല. ചിലപ്പോൾ പൂക്കാറുണ്ട്, പക്ഷേ കായകൾ പിടിക്കാറില്ല. എന്നാൽ ഇടുക്കി, വയനാട് പോലുള്ള സബ് ട്രോപ്പിക്കൽ ഏരിയയിൽ ആപ്പിൾ കായ്ക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ട്രോപ്പിക്കൽ ഏരിയയിൽ ഉള്ളവർക്ക് 1-2 ബെയർ ആപ്പിൾ തൈകൾ നട്ടാലോ?
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ചെയ്തുകൊള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.